ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കുറെ കാലമായി ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, കുറെ ഭക്ഷണ രീതികൾ നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ കാണുന്ന കുറെ ടൈപ്പ് ഓഫ് ഡയറ്റ്സ് ഫോളോ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു കേസിലാണോ നിങ്ങളുള്ളത്? ഹായ്, എന്റെ പേര് ജീവൻ രാജ്. ഞാൻ ഈ 2026 നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണിയിൽ എന്നെ കൊണ്ടാവുന്ന രീതിക്കുള്ള സഹായങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫാറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന കുറെ ഹാബിറ്റുകളുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ ഫാറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇല്ല, ഫാറ്റ് ഗെയിനും അതേമാതിരി തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ രണ്ട് ബേസിക് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഹാബിറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്കൊല്ലത്തെ നിങ്ങളുടെ ഫാറ്റ് ലോസ് ജേർണിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. രണ്ട് കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റി, ജനറൽ ആക്ടിവിറ്റി കൂട്ടാൻ നോക്കുക. അതായത് ഡെയിലി സ്റ്റെപ്സ് കൂട്ടുക. നിങ്ങൾ എവിടെയെങ്കിലും ഒരുപാട് ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് എണീറ്റ് നടക്കുക. നിങ്ങളുടെ ജനറലി ഒരു ആക്ടിവിറ്റി ലെവൽസ് ഉണ്ടല്ലോ. നിങ്ങൾ ഇപ്പോൾ ഷോപ്പിങ്ങിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാണ്ട് ഷോപ്പിംഗ് സെന്ററിൽ പോയിട്ട് നടക്കുക കുറച്ച്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുക, ലിഫ്റ്റിന് പകരം സ്റ്റെപ്പ് എടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് ഞാൻ പറയുന്നത്. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റി എവിടെയൊക്കെ കൂട്ടാൻ പറ്റും നോക്കിയിട്ട് അത് ചെയ്യാം. മടി പിടിച്ചിരിക്കരുത്, മടി പിടിച്ചിരുന്ന കാര്യം നടക്കില്ല. പിന്നെ രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽസ് കഴിക്കാനുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടാവണം. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മീഡിയം സൈസിൽ പ്ലേറ്റ് എടുക്കുക. നിങ്ങൾ ഏത് മീലും ആയിക്കോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, പുറത്തുനിന്ന് കഴിക്കുകയാണ്, വീട്ടിൽ നിന്ന് കഴിക്കുകയാണ്, ഇറ്റ് ഡസന്റ് മാറ്റർ. ഈ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുക. ഒരു മീഡിയം സൈസ്ഡ് പ്ലേറ്റ് എടുക്കുക, അതിൽ 3 ഭാഗങ്ങളായിട്ട് തിരിക്കുക. പ്ലേറ്റിന്റെ അരഭാഗത്ത് കംപ്ലീറ്റ് വെജിറ്റബിൾസ് കൊണ്ട് ഫില്ല് ചെയ്യുക. അത് സാലഡ് ആയിക്കോട്ടെ, കുക്ക്ഡ് ആയിക്കോട്ടെ, ഉപ്പേരി ആയിക്കോട്ടെ, എന്താണെങ്കിലും ശരി, മെഴുക്കുവരട്ടി ആയിക്കോട്ടെ, ഇറ്റ് ഡസന്റ് മാറ്റർ. യു ജസ്റ്റ് ഹാവ് ടു ഫിൽ ഇറ്റ് വിത്ത് ഹാഫ് ഓഫ് യുവർ പ്ലേറ്റ്. ഈ ഹാഫിൽ 2 ഭാഗത്ത് നമ്മൾ ഒരു ഭാഗം ഫുള്ള് കാർബ്സ് ആയിട്ട് ഫില്ല് ചെയ്യുക. അപ്പൊ കാർബ് സോഴ്സ് എന്തും ആയിക്കോട്ടെ, ചോറ്, ഇഡ്ഡലി, രാവിലെ ആണെച്ചെങ്കിൽ ഇഡ്ഡലി, ദോശ, പുട്ട്, അങ്ങനെ എന്തും ആയിക്കോട്ടെ. ഉച്ചയ്ക്കാണെച്ചെങ്കിൽ ചോറ്, ചപ്പാത്തി, അതൊന്നും പ്രശ്നമില്ല. കാർബ് സോഴ്സസ് എന്താണോ അതൊരു കാൽഭാഗം. അടുത്ത കാൽഭാഗത്തിൽ നിങ്ങളുടെ പ്രോട്ടീൻ സോഴ്സസ്, മുട്ട, ചിക്കൻ, ബീഫ്, എന്തും ആയിക്കോട്ടെ, അത് അടുത്ത കാൽഭാഗത്ത്. പരിപ്പ്, ദാല്, ഇങ്ങനെയുള്ള സാധനം, പയറ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രോട്ടീൻ ആണെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ കൊണ്ടുപോയി ഫില്ല് ചെയ്യുക. അത് പ്രോട്ടീൻ സോഴ്സ് അല്ല, അതൊരു കാർബ് സോഴ്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റിൽ നിങ്ങൾ കഴിച്ച് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് കാര്യമാണ് ചേഞ്ച് ചെയ്യാനുള്ളൂ. ഒന്ന്, നിങ്ങളുടെ പോർഷൻ സൈസ് കുറയ്ക്കുക, പിന്നൊന്ന് നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽസ് കൂട്ടുക. അപ്പൊ ആ ഒരു ബാലൻസിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്വീറ്റ് സ്പോട്ടിൽ എത്തും. ആ സ്വീറ്റ് സ്പോട്ടിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് നടന്നുകൊണ്ടിരിക്കാൻ തുടങ്ങും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ട് നിങ്ങളുടെ ഈ ഹാബിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ മീതെ പിന്നെ ഡെവലപ്പ് ചെയ്തിട്ട് ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അഡാപ്റ്റേഷൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് എല്ലാവിധ ഫിറ്റ്നസ് എന്തൂസിയാസ് ആണെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഹാബിറ്റാണിത്. സോ ഇത് ഫോളോ ചെയ്യുക. അതേമാതിരി ഇത് വെയിറ്റ് ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോ വരയ്ക്കും ബൈ, കാണാം, നമസ്കാരം.